നല്ല പടം. വെറുതെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി വെറുതെ തന്നെ നശിപ്പിച്ചത്. നല്ല പടം. എഡിറ്റ് ആണെന്നൊന്നും അറിയാനൊന്നും പറ്റുന്നില്ല. ഫസ്റ്റ് ടൈം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ സൂപ്പറാണ്. ഒരു എന്താ പറയുക, ഒരു ഹോളിവുഡ് ലെവലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ പൃഥ്വിരാജിന് ഇഡിയുടെ ഒരു ഇതൊക്കെ പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പടത്തിന് വിവാദത്തിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു. ഒരു സിനിമയായിട്ട് കണ്ട് ആസ്വദിച്ചിട്ട് ഇറങ്ങാവുന്ന നല്ലൊരു പടം. നല്ല സിനിമയാണ്. നമ്മൾ സിനിമയായിട്ട് എടുക്കുക. ഇത്രയും വിവാദമൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സിനിമയാണ്. എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പൃഥ്വിരാജ് നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു സിനിമ. ഇല്ല അതിൻ്റെ ആവശ്യമില്ല. സിനിമയായിട്ട് കാണുക. അത്രയും അതെനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ BGMനൊക്കെ അത്ര ഒരു ഇതെനിക്ക് തോന്നിയില്ല. പക്ഷേ ഓവറോൾ കംപ്ലീറ്റ്ലി സിനിമ എൻജോയ് ചെയ്യാൻ പറ്റിയ പറയുന്നുണ്ട്. കണ്ടതിലും കുറച്ചൊക്കെ കുറവാണ്. പക്ഷേ നമ്മൾ ഫാൻസൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര മാസമായിട്ടൊന്നും അത്ര ഇതായിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും അത്യാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട് സിനിമയിൽ. നന്നായിട്ട് തന്നെ ചെയ്തിരിക്കും. നല്ല പടം, കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫുള്ളും പുറത്തായതുകൊണ്ട് ചെയ്തായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ഈ കേരള പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് മഞ്ജു വാര്യറായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചില്ല പ്രണവ് മോഹൻലാൽ വരുമെന്ന്. പിന്നെ പൃഥ്വിരാജിൻ്റെ കഥയും മോഹൻലാലൊക്കെ സൂപ്പറായിരുന്നു. ഇല്ല ലാലേട്ടൻ കുറവല്ല, പക്ഷെ കൊള്ളാം, അടിപൊളിയായിരുന്നു. ഉള്ളതൊക്കെ സൂപ്പറായിരുന്നു. നല്ലതായിരുന്നു. എടുത്തു പറയാൻ ഇല്ല, ആവശ്യമില്ല. എല്ലാവരും കാണേണ്ടതാണ്. എല്ലാവർക്കും കാണാൻ ഒരേപോലെ റൈറ്റുള്ള പടമാണ്. ഇഷ്ടമായി. നല്ല പടം. എടുത്തു പറയാനോ? നല്ല പടം, നല്ല ആക്ടിങ്, നല്ല ഡയറക്ഷൻ. ഇല്ല, നന്നായിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, അടിപൊളി. നല്ല മൂവിയായിരുന്നു. നെഗറ്റീവായിട്ടും തോന്നിയില്ല. അതെ ഫസ്റ്റ് ഹാഫില് വലുതായിട്ടില്ലായിരുന്നു. ഇഷ്ടപ്പെട്ടു. സിനിമ കൊള്ളാം. സെക്കൻഡ് ഹാഫ് പൊളിയാണ്. സെക്കൻഡ് ഹാഫ് നൈസ്. ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു. വിവാദത്തിന്റെ ആവശ്യമല്ല. എല്ലാവരും കൊള്ളായിരുന്നു. എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. സിനിമയായിട്ട് കണ്ടാൽ മതി. നല്ല മൂവി. നല്ലത്. അടിപൊളിയാണ്. എനിക്കത് തോന്നുന്നില്ല. ബിക്കോസ് അങ്ങനെ എനിക്ക് കട്ട് ചെയ്യേണ്ടതാണ് അഭിപ്രായം പൊതുവേ. ഇല്ല, ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇല്ല അങ്ങനെ ഒന്നും തോന്നിയില്ല. അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഒരു മൂവിയായിട്ട് കണ്ടാൽ പോരെ, എന്തിനാ വെറുതെ. എനിക്ക് പൃഥ്വിരാജിനെ ഇഷ്ടമായത്. അങ്ങനെയൊന്നും തോന്നിയില്ല. എനിക്ക് ആ മൂവി ഓവറോൾ അടിപൊളിയായിട്ടാണ് തോന്നിയത്. കൊള്ളായിരുന്നു, അടിപൊളി. ഒന്നും പറയാനില്ല. ഇഷ്ടപ്പെട്ട അടിപൊളി. ലാലേട്ടനെയും കൊള്ളാം, പൃഥ്വിരാജും കൊള്ളാം. പൃഥ്വിരാജിന്. അല്ല, അങ്ങനൊന്നും ഇല്ല. നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇതിലും ലാലേട്ടനെ തന്നെ ആക്കാൻ പറ്റൂലല്ലോ. കിടല സിനിമയായിരുന്നു. നൈസായിരുന്നു. ഫൈറ്റ്സിനൊക്കെ അങ്ങനെയായിരുന്നു. അടിപൊളിയായിരുന്നു. കൊള്ളായിരുന്നു. നല്ല ഫിലിമായിരുന്നു. ഇഷ്ടപ്പെട്ടു. ലാലേട്ടനൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെയൊന്നും തോന്നിയില്ല. നല്ലതായിരുന്നു. പൃഥ്വിരാജും ലാലേട്ടനൊക്കെ നല്ലതായിരുന്നു. ലാലേട്ടനെയാണ്. മഞ്ജു വാര്യർ അടിപൊളി. നെഗറ്റീവായിട്ടൊന്നുമില്ല. കുറച്ച് ഒരു നമ്മുടെ ഒരു തെലുങ്ക് പടത്തിൻ്റെ കുറച്ച് സംഭവം ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈറ്റ് സീക്വൻസും ലൊക്കേഷൻസും ലാലേട്ടൻ അടിപൊളി, കൊള്ളാം. പൃഥ്വിരാജ് തന്നെ സൂപ്പർ. ലൂസിഫർ. ലാലേട്ടൻ തന്നെയോ? ഓഫ് കോഴ്സ്.
നന്നായിരുന്നു. ആ ഇഷ്ടപ്പെട്ടു. നന്നായിരുന്നു. ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ആരെയും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരെയും കൂടുതൽ? എല്ലാവരും ഇഷ്ടപ്പെട്ടു. മഞ്ജു വാര്യർ പിന്നെ വേറെ എന്തുണ്ട്? എല്ലാം ഫൈറ്റ് ഇഷ്ടപ്പെട്ടു? ആ എല്ലാം ഇഷ്ടപ്പെട്ടു. ഇഷ്ടമായ പടം ഇങ്ങനെ ആദ്യത്തിൽ ഒരുപാട് ഇഷ്ടമായത് എല്ലാവരും ഭയങ്കര സൗണ്ട് ആയിരുന്നോ? മോഹൻലാലൊക്കെ എങ്ങനെയുണ്ട്? പണ്ട് ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടം തന്നെ. മഞ്ജു വാര്യരൊക്കെ സൂപ്പറായിരുന്നു. സംവിധാനമൊക്കെ എങ്ങനെയുണ്ട്? ഡയറക്ഷനൊക്കെ കൊള്ളാം, എല്ലാം കൊണ്ട് നല്ല സിനിമ തന്നെ. പിന്നെ ഭയങ്കര സൗണ്ട് അടിച്ചു പോകും. ആർട്ടിൻ്റെ അസുഖമുള്ള സൗണ്ട് അതുകൊണ്ട് ആഗ്രഹം തോന്നി. ഇപ്പൊ എന്നെ മോള് കൊണ്ടുവന്ന് കാണിച്ചത് അല്ല, ഞാൻ സിനിമ കാണൊക്കെ ഇല്ല. പണ്ട് കാണുമായിരുന്നു, മോഹൻലാലിൻ്റെ പടം കണ്ടു. ഇപ്പം കാണൊക്കെ ഇല്ല, ഇപ്പൊ സീരിയലാണ്. ഇപ്പോൾ വയസ്സായാലും ഇവിടെ വീട്ടിലിരിക്കില്ലേ, അതുകൊണ്ട് കോട്ടായിരുന്നു. മഞ്ജു വാര്യർ മോഹൻലാലൊക്കെ എങ്ങനെയുണ്ട്? മഞ്ജുവിൻ്റെ ലൂസിഫർ ആണെന്ന് വെച്ചിട്ട് കുറച്ചും കൂടെ റോൾ സ്ട്രോങ് ആയിരുന്നു.